മന്ത്രി എം.ബി. രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യത്തിലേക്ക്. 13 ടണ്ണാണ് ഈ മിക്സഡ് വേസ്റ്റ് മിശ്രമാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. 7 ടൺ തുണിമാലിന്യവും നീക്കം ചെയ്തു. അത് പ്രത്യേകമായി തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. ഉപയോഗിച്ചത് ക്യാമ്പുകളിലേക്ക് നൽകരുത്, പുതിയത് നൽകണമെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഉപയോഗിച്ച സാധനം ഇവിടെ വന്ന് കൂടുകയും അത് നീക്കം ചെയ്യേണ്ട സ്ഥിതി വന്നു. അത് 7 ടൺ നീക്കം ചെയ്തു. അങ്ങനെ ക്ലീൻ കേരള കമ്പനി നീക്കം ചെയ്തത്. അതുപോലെ തന്നെ സാനിറ്ററി വേസ്റ്റ് അത് ആക്രി വഴിയാണ്, ആക്രി ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ ക്യാമ്പുകളിലൊക്കെ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. മതിയായ എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഡിമോളിഷൻ വേസ്റ്റിൻ്റെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രഷറുകളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വേസ്റ്റ് ധാരാളം വീട്ടുപകരണങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, തകർന്ന വീടുകളിൽ നിന്നും മറ്റുമൊക്കെ. അത് ക്ലീൻ കേരള കമ്പനി നീക്കം ചെയ്യണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 74 ടോയ്ലറ്റുകൾ ക്യാമ്പുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്, ബയോ ടോയ്ലറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് 20 ടോയ്ലറ്റുകൾ കൂടി അധികമായി സജ്ജീകരിക്കും. ഇനി ആവശ്യം വരികയാണെങ്കിൽ ആ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് ശുചിത്വ മിഷൻ അറിയിച്ചിട്ടുള്ളത്. ആവശ്യാനുസരണം ടോയ്ലറ്റുകൾ ലഭ്യമാക്കാൻ കഴിയും. 2 മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകൾ, പ്രത്യേകിച്ച് സെപ്റ്റേജ് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള 2 മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകളുണ്ട്. ഒന്ന് ക്യാമ്പിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ്, മറ്റൊന്ന് അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാര്യക്ഷമമായി തന്നെ തുറന്നു കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സാനിറ്ററി വർക്കേഴ്സിനെ അധികമായിട്ട് നിയമിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവ് കൊടുക്കും. ഇന്ന് തന്നെ നമ്മൾ ആ ഉത്തരവ് കൊടുക്കും. കാരണം ക്യാമ്പുകളുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സാനിറ്ററി വർക്കേഴ്സിനെ ആവശ്യാനുസരണം തദ്ദേശ സ്ഥാപനത്തിന് നിയമിക്കാം, ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള ഉത്തരവ് കൊടുക്കും. ക്യാമ്പുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് ഫലപ്രദമായ നടപടികളുണ്ട്. അതിനായിരിക്കും പ്രധാന മുൻഗണന. ഇപ്പോൾ തന്നെ 2 മണിക്കൂർ കൂടുമ്പോൾ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 100 തൊഴിൽ ദിനം എന്നത് 180 തൊഴിൽ ദിനമായിട്ട് ഇവിടെ വർദ്ധിപ്പിക്കാൻ. കാരണം ഈ 3 വില്ലേജുകളെ ഡിസാസ്റ്റർ വില്ലേജുകളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊഴിൽ ദിനം 150 വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള നടപടി സ്വീകരിക്കും. 150 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. തൊഴിലുറപ്പിൽ ഇപ്പോൾ റോഡ് നിർമ്മാണത്തിനുള്ള പരിധി 10% എന്നതാണ്. അത് വർദ്ധിപ്പിച്ചു നൽകും. ഇപ്പോൾ ഉള്ള 10% എന്നത് വർദ്ധിപ്പിച്ചു നൽകും. അതുപോലെ തന്നെ മെറ്റീരിയൽ വർക്കിൻ്റെ പരിധി 40% അനുവദനീയമായിട്ടുള്ളത്. അതും ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിച്ചു നൽകും. ഇപ്പോൾ ഈ റോഡൊക്കെ തകർന്നു പോയിട്ട് വിച്ഛേദിച്ച് കിടക്കുന്ന ഹാബിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അത് തൊഴിലുറപ്പ് ഉപയോഗിച്ച് അത് ബന്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്രയും കാര്യങ്ങളാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുവരെ ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ ശേഖരണത്തിന് ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡാമേജ് അസസ്മെൻറ്റ്, ഉണ്ടായ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് റവന്യൂ വകുപ്പുമായി ചേർന്നിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ, ജീവനക്കാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് കണക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് നമ്മൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അത് അവർ പറയുന്നതായിരിക്കും നല്ലത്. ജില്ലാ
ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിലെ പലരെയും പിന്നെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ചിലർ സ്ഥലം മാറി സുരക്ഷിത സ്ഥാനം തേടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവരൊക്കെ മിസ്സിംഗ് ലിസ്റ്റിലാണ് വന്നത്. പക്ഷെ അതിൽ കുറേ പേരെ പിന്നെ മറ്റ് പല സ്ഥലത്തും ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം വളരെ സമഗ്രമായിട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് റേഷൻ കാർഡ് ഡേറ്റ, അതുപോലെ തന്നെ നമ്മൾ പാചകവാതകത്തിൻ്റെ വിവരങ്ങൾ, പിന്നെ ഹരിതമിത്രം ആപ്പിലെ വിവരങ്ങൾ, ഇങ്ങനെ സമഗ്രമായി എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ DTPCയിൽ നിന്നുള്ള വിവരങ്ങൾ, അതുപോലെ തൊഴിൽ വകുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ, അംഗൻവാടി നിന്നുള്ള വിവരങ്ങൾ, KSEBയുടെ വിവരങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് തദ്ദേശ വകുപ്പ് ഈ മിസ്സിംഗ് ഡേറ്റ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലുള്ള ആളുകൾ, മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ വിവരങ്ങൾ വെരിഫൈ ചെയ്തപ്പോഴാണ് കുറേ പേരെ നമുക്ക് പല സ്ഥലങ്ങളിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കൈമാറിയിട്ടുണ്ട്, ജില്ലാ ഭരണകൂടത്തിന് അത് കൈമാറിയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കെട്ടിടങ്ങളൊക്കെ തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ കെട്ടിട അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള CND പ്ലാന്റ് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരും. അത് തിരുവനന്തപുരം മേയറുമായി സംസാരിച്ച് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൃത്യം കണക്ക് നമുക്ക് ഇപ്പോൾ പറയാൻ ആവില്ല. കാരണം അത് തദ്ദേശ വകുപ്പ് മാത്രം എടുക്കേണ്ട ഒരു കണക്കല്ല. പുനരധിവാസത്തിന് വേണ്ടി ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ജില്ലാ ഭരണകൂടം ലഭ്യമാക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേരെയാണോ പുനരധിവസിപ്പിക്കേണ്ടത് അത്രയും പേരെ പുനരധിവസിപ്പിക്കാനാണ് പരിപാടി. അല്ല, അതിപ്പോൾ ക്യാമ്പിലുള്ളവരുണ്ടല്ലോ. അതും അങ്ങനെയാണല്ലോ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കുടുംബമായിട്ട് താമസിക്കണമല്ലോ. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായിട്ടുള്ള അവരുടെ വിവരശേഖരണം ഏത് രീതിയിലായിരിക്കും നടപ്പിലാക്കുക എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ MP രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയത്.